ഞാൻ എൻ്റെ ഈ പുസ്തകത്തിനകത്ത് യേശുവിൻ്റെ അമ്മയെന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ഒരു സ്ത്രീയല്ല. അതുപോലെ യേശുവിൻ്റെ അപ്പനെന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്ന ജോസഫ് എന്ന് പറയുന്നത് ഒരു പുരുഷനല്ല. സോ ബൈബിളിൽ യേശുവിൻ്റെ അപ്പനായും അമ്മയായും പറഞ്ഞിരിക്കുന്ന ആ വ്യക്തിത്വങ്ങൾ രൂപകങ്ങളാണ്, അത് യഥാർത്ഥ മനുഷ്യരല്ല എന്ന് പല വീഡിയോയ്ക്കകത്ത് ഞാൻ ഷെയർ ചെയ്തിരുന്നു. സോ അതിന് ഉപോത്ബലമായിട്ട് ബൈബിളിനകത്തുള്ളൊരു വാക്യം കൂടെ ഞാൻ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം പലപ്പോഴും ഞാനിതിനെക്കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹത്തിന് മാത്രം എങ്ങനെ ഈ പുതിയ ഐഡിയാസ് കിട്ടുന്നത്, ഇത് എന്തോ ഉടായിപ്പാണ്, തട്ടിപ്പാണ്, വേറെ ആരും ഇന്നയോളം ബൈബിളിനകത്ത് നിന്നുള്ളൊരു എക്സാമ്പിൾ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൂഫ് വെച്ചിട്ടോ ഈ കാര്യം സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് ബൈബിൾ വിരുദ്ധമായ കാര്യങ്ങൾ ഇദ്ദേഹം സംസാരിക്കുന്നത് ഇദ്ദേഹത്തിന് എന്തോ ഫെയിം കിട്ടാൻ വേണ്ടിയിട്ടോ അദ്ദേഹത്തിന് മറ്റെന്തോ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ കാര്യത്തെ യേശുവിൻ്റെ അമ്മയായി മറിയെ പറഞ്ഞിരിക്കുന്നത്, അപ്പനെ പറഞ്ഞിരിക്കുന്നത് ആ സ്ത്രീയും പുരുഷനും ബയോളജിക്കലി ഉള്ള രണ്ട് വ്യക്തികളല്ല, അത് രൂപകങ്ങളായ ആശയങ്ങളാണ് എന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ബൈബിൾ വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. യേശുവിനെ കാണാനായിട്ട് വൈസ്മെൻ നക്ഷത്രം കണ്ട് ഹേരോദാവിൻ്റെ കൊട്ടാരത്തിൽ വന്നപ്പോൾ ഹേരോദാവ് അന്നുള്ള യഹൂദ മതത്തിൻ്റെ മഹാപുരോഹിതന്മാരെയും അവിടെയുള്ള ശാസ്ത്രിമാരെയൊക്കെ വിളിച്ചിട്ട്, കാരണം അവരാണ് അന്നത്തെ മതത്തിൻ്റെ റിലീജിയസ് ലീഡേഴ്സ് അല്ലെങ്കിൽ സ്കോളേഴ്സ്. സോ അവർക്കിതിനെക്കുറിച്ചൊരു ധാരണ കാണുമെന്ന് പറഞ്ഞ് അവരെ വിളിച്ചു. അപ്പോൾ അവരെ വിളിച്ചിട്ട് ഹെരോദാവ് ചോദിക്കുവാണ്, ഭയത്തോടുകൂടെയാണ് ചോദിക്കുന്നത്, കാരണം മറ്റൊരു രാജാവ് വന്നു കഴിഞ്ഞാൽ എൻ്റെ പദവിക്ക് ക്ഷയം പറ്റുമല്ലോ എന്നുള്ള ആ ഭയത്തിൽ നിന്നാണ് ചോദിക്കുന്നത്. എവിടെയാണ് ഈ ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി ജനിക്കാൻ പോകുന്നത്? അപ്പോൾ ക്രിസ്തു എന്ന് പറയുന്ന പദം തന്നെ രാജാവ് അല്ലെങ്കിൽ റെസ്ക്യൂ ചെയ്യുന്ന ആൾ, അവരുടെ നേതൃത്വ സ്ഥാനത്തേക്ക് വരാനായിട്ട് ജനങ്ങൾ കാത്തിരിക്കുന്നൊരു വ്യക്തി എന്നുള്ള അർത്ഥത്തിലാണ് ആ ക്രിസ്തു എന്ന് പറയുന്ന പദം ഹേരോദാവും മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ എവിടെയാണ് ഈ രാജാവ് ജനിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി ജനിക്കാൻ പോകുന്നത് എവിടെയാണ് എന്ന് ഹേരോദാവ് ചോദിക്കുമ്പോൾ തിരുവെഴുത്തുകളിൽ മുമ്പ് ആ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില പ്രവചനങ്ങളെ ബേസ് ചെയ്തിട്ട് പുരോഹിതന്മാരിങ്ങനെ പ്രതികരിച്ചു. ആ വാക്യം ഇതിലാണ് കിടക്കുന്നത്. ആ വാക്യം മത്തായി സുവിശേഷം 2-ാം അധ്യായം 6-ാം വാക്യം. മത്തായി സുവിശേഷം 2:6. അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? യഹൂദ ദേശത്തിലെ ബെത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. അപ്പോൾ ഒരു ദേശത്തെ നോക്കി, ഒരു പട്ടണത്തെ നോക്കി പ്രവചനം വന്നിരിക്കുന്നത് എങ്ങനെയാണ്? ആ ദേശം, ആ പട്ടണം ഒരു വ്യക്തിയോട് ഉപമിച്ചിട്ടാണ് ആ പ്രവചനം വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ മൊത്തം ഒന്ന് വായിക്കാം. 6-ാം വാക്യം ഇങ്ങനെയാണ്. മത്തായി 2:6 ഇങ്ങനെയാണ് പറയുന്നത്, യഹൂദ്യ ദേശത്തിലെ ബെത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകന്മാർ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ബെത്ലഹേമിനെക്കുറിച്ച്, ആ യഹൂദയിലെ ഒരു പ്രദേശത്തെക്കുറിച്ച് ഉപമിച്ചിരിക്കുന്നത് ഒരു വ്യക്തിയോടാണ്. ഒരു നിസ്സാര വ്യക്തിയോടല്ല, പ്രഭുക്കന്മാരായ ഒരു വ്യക്തിയോടാണ് ഉപമിച്ചിരിക്കുന്നത്. സോ ആ വ്യക്തിയിൽ നിന്നാണ് പുറപ്പെട്ട് വരുന്നത് എന്നുള്ള രീതിയിലാണ് ആ പ്രവചനം കിടക്കുന്നത്. സോ ബൈബിളിനകത്തുള്ള വിഷയങ്ങളൊക്കെ ഇങ്ങനെയാണ്. സോ മറിയ എന്ന ബൈബിളിൽ എവിടെയൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടോ അത് യഹൂദ ദേശത്തെ അല്ലെങ്കിൽ യഹൂദ ജനങ്ങളെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന വാക്കാണ് മറിയ. അതുപോലെ ബൈബിളിനകത്ത് യഹൂദ സാമ്രാജ്യം പോയിട്ട് ഇസ്രായേൽ സാമ്രാജ്യം എന്ന് പറഞ്ഞ് രണ്ടായി സ്പ്ലിറ്റായ മറ്റൊരു സാമ്രാജ്യമുണ്ട്. നിങ്ങൾക്കറിയാമായിരിക്കും, എനിക്കറിയില്ല എത്ര പേർക്ക് അറിയാമെന്ന്. ശലോമോൻ്റെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ആ ഇസ്രായേൽ രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു. ഒന്ന് യഹൂദ സാമ്രാജ്യവും മറ്റൊന്ന് ഇസ്രായേൽ സാമ്രാജ്യവും. സോ യഹൂദ സാമ്രാജ്യത്തിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാനാണ് മറിയ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇസ്രായേൽ സാമ്രാജ്യത്തെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാനാണ് മാർത്ത എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ മറിയയും മാർത്തയും ഇസ്രായേൽ എന്ന സാമ്രാജ്യത്തിലെ രണ്ട് വിഭാഗിക്കപ്പെട്ട
സമൂഹത്തെയാണ്, അല്ലെങ്കിൽ 2 സാമ്രാജ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. സോ യേശു ജനിക്കാൻ പോകുന്നത് ഈ സാമ്രാജ്യത്തെ റെപ്രസെൻറ്റേറ്റ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഈ വംശാവലിയിലാണ് എന്ന് കാണിക്കാനാണ് മറിയ എന്ന് പറയുന്ന സ്ത്രീയെ ആ ബെത്ലഹേമിനോട് അല്ലെങ്കിൽ യഹൂദ ദേശത്തോട് ഉപമിച്ചിരിക്കുന്നത്. സോ ഇതൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മതക്രിസ്ത്യാനികൾക്ക് അല്ലെങ്കിൽ മതവിശ്വാസികൾക്ക് അത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ബൈബിളിനെ അവർ നല്ല രീതിയിൽ പഠിച്ചിട്ടില്ലാത്തത് കൊണ്ടും മതപുരോഹിതന്മാർ ആദായ സൂത്രത്തിന് വേണ്ടിയിട്ട്, കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത് മാത്രമേ അവരുടെ അകത്ത് അറിവുള്ളൂ. അതുകൊണ്ട് ആധികാരികതയോടുകൂടെ ബൈബിൾ പഠിച്ചിട്ടില്ലാത്തവരുടെ അടുത്ത് ഇതൊന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. അതുപോലെ തന്നെ ബൈബിളിനകത്ത് പറയുന്ന മറ്റെല്ലാ വ്യക്തികളും കഥകളും ഇത്തരത്തിലുള്ള ഉപമകളോ രൂപകങ്ങളോ ആണ് എന്നുള്ളത് പറയുമ്പോഴും ആൾക്കാർക്കത് മനസ്സിലാകത്തില്ല. കാരണം അബ്രഹാം എന്ന് പറഞ്ഞാലും ഇസഹാക്ക് എന്ന് പറഞ്ഞാലും ഇസ്മായിൽ എന്ന് പറഞ്ഞാലും സാറ എന്ന് പറഞ്ഞാലും ഹാഗർ എന്ന് പറഞ്ഞാലും ഇതൊന്നും വ്യക്തികളല്ല, ഇതെല്ലാം കൺസെപ്റ്റുകളാണ്. ഓക്കെ, സോ ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹമുള്ളവർ എൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ആ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോകൾ, അതിൻ്റെ ക്ലാരിറ്റി എന്താണ്, അതിൻ്റെ ക്ലാരിഫിക്കേഷൻ എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും വീഡിയോ ആയിട്ട് ചെയ്യാം. അതല്ലാതെ നിങ്ങളുടെ അജ്ഞതയെ ഒരു ഭൂഷണമാക്കിയെടുത്ത് വെറുതെയുള്ള വിമർശനങ്ങൾ ചെയ്യാതിരിക്കുക. അത് നിങ്ങൾക്ക് തന്നെ ദോഷമായി മാറും.